ഭൂനിയമ ഭേദഗതിയെയും ചട്ടരൂപീകരണത്തിനെയും തെറ്റിദ്ധരിപ്പിക്കുന്ന നടപടിക്കെതിരെ സംയുക്ത കർഷക സംഘം ഉപ്പുതറയിൽ വികസന വിളംബര സദസ്സ് സംഘടിപ്പിച്ചു. സംയുക്ത കർഷക സംഘം ജില്ലയിലെ പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന സദസ്സിന്റെ ഭാഗമായാണ് ഉപ്പുതറയിലും പരിപാടി നടന്നത്. കർഷക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ബിജു ഐക്കര വികസന വിളംബര സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കപ്പെടുമെന്ന് വന്നപ്പോൾ ഹാലിളകിയ UDF-ഉം ചില അരാഷ്ട്രീയ സംഘടനകളും ചട്ടരൂപീകരണത്തിനെതിരെ അപവാദ പ്രചരണങ്ങൾ സംഘടിപ്പിക്കുകയാണ്. സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കുപ്രചരണങ്ങളാണ് നടക്കുന്നത്. ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനായാണ് വികസന വിളംബര സദസ്സ് സംഘടിപ്പിച്ചത്. ജില്ലയിലെ മുഴുവൻ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഉപ്പുതറയിലും സദസ്സ് സംഘടിപ്പിച്ചത്. ഉപ്പുതറ വില്ലേജ് പടിക്കൽ സംഘടിപ്പിച്ച സദസ്സ് കർഷക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ബിജു ഐക്കര ഉദ്ഘാടനം ചെയ്തു. മഴയും മഞ്ഞും മറന്നുകൊണ്ട് മഹാമാരികളോടും മൽക്കടലോടും മലമാപ്പകളോടും മലയാളങ്ങളോടും മലനിച്ച് ഈ ഇടുക്കിയിലെ മലമേഖലയെ മലമടക്കുകളെ ഒരു മനം കുറിപ്പിക്കുന്ന മലവാളികളാക്കി മാറ്റിയ ഇവിടുത്തെ മലയോര കർഷകരുടെ ഭൂവിഷയത്തിലെ അപാകതകൾ പരിഹരിക്കാൻ അവരുടെ ചിരകാല സ്വപ്നമായിരുന്ന പട്ടയം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ജനാധിപത്യമുന്നണി പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുന്നണി സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്നത്. ആ നിർമ്മാണ നിരോധന ഉത്തരവ് ഉണ്ടാക്കിയെടുക്കുവാൻ ആദ്യം തുടക്കം കൊടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. നിഷേധിക്കാൻ കഴിയുന്ന കാര്യമാണോ? 2015 ഇതിന് തുടക്കം കുറിക്കുന്ന നിയമവ്യവസ്ഥയെ അട്ടിമറിക്കാനുള്ള നിർമ്മാണ നിരോധന ഉത്തരവ് യാഥാർത്ഥ്യമാക്കാനുള്ള തീരുമാനമെടുത്തുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ 2015 കേരളം ഭരിച്ച ഗവൺമെന്റാണ് ഇതിന് തുടക്കം കുറിക്കുന്നത്. ഉപ്പുതറയിൽ നടന്ന വികസന വിളംബര സദസ്സിൽ സംയുക്ത കർഷക യൂണിയൻ നേതാക്കളായ ബിജു ചെമ്പ്ളാവൻ, MJ സജി, VP ജോൺ, ലാൽ എബ്രഹാം, CS രാജേന്ദ്രൻ, ബോബിൻ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.